എംപറർ ഇമ്മാനുവൽ ചർച്ചിനെതിരെ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ച പാലക്കാട് സ്വദേശി ബെനഡിക്ട് എന്ന ബെൻ ജോൺസനെ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി.എ. നിഷാദ് മോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. മതസ്പർദ്ധയും കലാപവും ലക്ഷ്യമിട്ടുള്ള വ്യാജ വാർത്തകൾ, ചർച്ചിന്റെ ലോഗോകളും മറ്റ് ചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പ്രതി പ്രചരിപ്പിച്ചത്. പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 500/2023 1-ാം പ്രതിയാണ് ഇയാൾ. എംപറർ ഇമ്മാനുവൽ ചർച്ച് ട്രസ്റ്റി നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. എംപറർ ഇമ്മാനുവൽ ചർച്ചിന് വേണ്ടി അഡ്വക്കേറ്റ് ബാബു കറുകപ്പാടം, അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ എന്നിവർ കോടതിയിൽ ഹാജരായിരുന്നു. മതസ്പർദ്ധയും കലാപവും ലക്ഷ്യമിട്ടുള്ള വ്യാജ വാർത്തകളുടെ പ്രചാരണത്തിനെതിരെ പോലീസ് പരാതികളില്ലാതെ തന്നെ സ്വമേധയാ കേസെടുക്കണമെന്ന സുപ്രീം കോടതിയുടെ റൂളിംഗ് നിലനിൽക്കുമ്പോഴാണ് സമൂഹത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന അത്യന്തം ഗുരുതരമായ മാപ്പർഹിക്കാത്ത കുറ്റകൃത്യം പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന വസ്തുത അഭിഭാഷകർ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടി. തുടർന്ന് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുവാൻ ഉത്തരവിടുകയായിരുന്നു. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾ വ്യാജ ഓഡിയോ, വീഡിയോ വാർത്തകൾ ചമയ്ക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് നീക്കം. മതനിന്ദ ഉളവാക്കി കലാപം ഉണ്ടാക്കാനുള്ള ഇവരുടെ നീക്കത്തിന് പിന്നിൽ മറ്റ് വ്യക്തികളുടെയോ സംഘങ്ങളുടെയോ സഹായമോ പിൻബലമോ ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.